മരുഭൂമിയിൽ ഇങ്ങനെ സ്കേറ്റ് ചെയ്യാൻ നല്ല രസമുണ്ട്. ബണ്ണി, ഞാൻ നിന്നേക്കാളും ഉയരത്തിൽ ചാടും. എന്റെ അമ്മച്ചി. എന്തായാലും ഇങ്ങനൊരു ലാൻഡിങ് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. സംശയമുണ്ടോ? സംശയമൊന്നുമില്ല, നല്ല വിശ്വാസമുണ്ട് എനിക്ക്. ഈ സാധനം കൊണ്ട് ഒരു ഗുണമില്ല. നമുക്കിനി ഒട്ടകപ്പുറത്ത് കയറാം. നിൽക്കാൻ, അവിടെ വെള്ളമുണ്ട്. എന്റെ അമ്മേ, അത് കണ്ടിട്ട് ഒരു കടല് പോലെ ഉണ്ടല്ലോ. എടാ കഴുതേ, അത് മരുപ്പച്ചയാണ്, മനസ്സിലായോ? നേരെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. വരൂ, നമുക്ക് ക്യാമ്പിലേക്ക് പോകാം. പക്ഷേ ഞാൻ ഒട്ടകപ്പുറത്തിരുന്ന് ഒരിക്കലും പോവില്ല. ഇത് എന്നെ കൊണ്ടും ചെയ്യാൻ സാധിക്കും. നമുക്ക് പോയിട്ട് കഴിക്കാൻ എന്തൊക്കെയുണ്ടെന്ന് നോക്കിട്ട് വരാം. വാ. കഴിക്കാനുള്ള ആഹാരം എത്തി. ഇതിന് നല്ല രുചിയുണ്ട്. ഭക്ഷണത്തിന് നല്ല സ്വാദുണ്ട്. വരൂ, നമുക്ക് പോയി ഉറങ്ങാം. നാളെ ഷോപ്പിങ്ങിന് പോകേണ്ടതാണ്. അതെ, ഈ സ്ഥലത്തിന്റെ ഓർമ്മയ്ക്കായി നമുക്ക് മൊമെന്റോസും വാങ്ങാം. ഈ മാർക്കറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാ സാധനങ്ങളും കൊള്ളാം. എന്റെ തുണിയും വെറുതെ വൃത്തിയേടാക്കി വേഗം സ്ഥലം വിടാൻ നോക്ക് ഇവിടത്തെ. വന്നാലും ഈ കടയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുരാവസ്തുക്കൾ കുറഞ്ഞ വിലയിൽ കൊണ്ടുപോകൂ. വരൂ, വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. വന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുരാവസ്തു ഏതാന്ന് നോക്കി പറഞ്ഞാലും. അതെ, അവിടെ നിന്ന് നിന്നേ. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറയൂ. ഒരു മുട്ട പപ്സും ഒരു ഓറഞ്ച് ജ്യൂസും എടുത്തോ.
ദാ പിടിച്ചോളൂ. ആ? നിങ്ങൾ ആളെ കളിയാക്ക? ഇതിനകത്ത് ഒന്നുമില്ലല്ലോ. താങ്കൾ തന്നെ ആയിരുന്നില്ലേ കളിയാക്കലിന് ആദ്യം തുടക്കമിട്ടത്? ആന്റിക് സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ വന്നിട്ട് നിങ്ങൾ ചോദിച്ചത് മുട്ട പപ്സും ഓറഞ്ച് ജ്യൂസും അല്ലേ? ആ, ഈ ആന്റിക്ക് എന്ന് വെച്ചാ എന്താ? അതായത് പഴയ പുരാവസ്തുക്കൾ. ഓ അത് ശരി. അപ്പൊ ഇത് ആക്രിക്കടയായിരുന്നല്ലേ? പക്ഷെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഡോ ആക്രി സാധനങ്ങളൊന്നും അല്ല, പുരാതന കാലത്തെ അമൂല്യ വസ്തുക്കളാണ് ഇതൊക്കെ. നിങ്ങൾ ഇതാ ഇപ്പോ കൈ പിടിച്ചിരിക്കുന്ന ഈ തളികയില്ലേ, ഇതിലായിരുന്നു പണ്ടത്തെ സുൽത്താൻ ഒരുപാട് തവണ ഭക്ഷണം കഴിച്ചിരുന്നത്. എവിടെയുള്ള സുൽത്താനാ? അത് പണ്ടത്തെ ഒരു സുൽത്താനാടോ. പിന്നെ ഈ കാണുന്നത് ആ സുൽത്താൻ അജിബുജി ഉപയോഗിച്ചിരുന്ന കുതിരയാണ്. ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. ദാ ഇത് കണ്ടോ, ഈ ചെമ്പ് കൊണ്ടുള്ള കൂജ. ഈ കൂജയിലായിരുന്നു സുൽത്താൻ അൽ അമീൻ ഷെയ്ഖ് സർബത്ത് കുടിച്ചിരുന്നത്. അപ്പൊ ഇതാരുടെ കുതിരയായിരുന്നു? എടോ ഇത് കുതിരയൊന്നും അല്ല. എടോ ഇത് ജൽജീറ റിയാസത്ത് രാജ്യത്തെ സുൽത്താനായിരുന്നു. അത് ശരി. അപ്പൊ കുതിരയെ സുൽത്താനാക്കിയല്ലേ? എടോ അങ്ങനെയല്ല, കുതിര തന്നെ ആയിരുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് കുതിര സുൽത്താനായിരുന്നു എന്നല്ലേ? എന്നോടൊന്ന് ക്ഷമിക്കുക, അറിയാണ്ട് വായിന്ന് വീണ് പോയതാ. ഇപ്പൊ കഴുതയത് ഈ ഞാൻ തന്നെയാ. അല്ലല്ല, കഴുത ഞാനാണ്. അങ്ങ് റെഗിസ്ഥാനിലല്ലേ താമസിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഭൂതമായിരിക്കും. അത് കൺഫേം ചെയ്യാൻ നോക്ക്. അയ്യോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പുരാവസ്തുവാണെങ്കിലും എടുത്തിട്ട് പൊയ്ക്കോ വേഗം. പഠിച്ചോനെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെങ്കിലും തെരഞ്ഞെടുത്തോളൂ. വേണ്ട, ഞാനേതായാലും പുരാവസ്തു നോക്കി അതിന്റെ വില നിശ്ചയിച്ചിട്ടേ ഞാനത് വാങ്ങുന്നുള്ളൂ. ഇതെന്താണ്? വളരെ അമൂല്യമായ വസ്തു തന്നെയാണല്ലോ തെരഞ്ഞെടുത്തത്. കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു. ഇത് വളരെ പഴക്കം ചെന്നൊരു മാന്ത്രിക വിളക്കാണ്. താങ്കൾക്ക് വേണമെങ്കിൽ ഞാനിതൊരു 100 ദിനാറിന്. ഇല്ലില്ല, അത്രയും കാശൊന്നും എന്റെ കയ്യിൽ ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താങ്കളുടെ ഈ ക്യാമറ തന്നിട്ട് ഈ മനോഹരമായ വിളക്കെടുത്തോണ്ട് പോയിക്കോളൂ. ഇല്ല, ക്യാമറ കൊണ്ട് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. ഈ വിളക്ക് കൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. സത്യം തന്നെയാണ് താങ്കൾ പറഞ്ഞത്. എങ്കിൽ ക്യാമറയ്ക്ക് പകരമായിട്ട് ഈ വിളക്കിന്റെ കൂടെ താങ്കൾക്ക് അതായത് ദാ ഈ കാണുന്ന പരവതാനിയും സൗജന്യമായി തരാം ഞാൻ. സൗജന്യമായിട്ട് തരാം. ആ, ഇതേതായാലും കൊള്ളാം. നേരത്തിന് ഒരു പരവതാനി വേണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. കൊണ്ടുപോയിക്കോളൂ, ധൈര്യമായി കൊണ്ടുപോയിക്കോളൂ. പമ്പര വീട്ടി. ഒരു പൊട്ട വിളക്കിനും പഴയൊരു പരവതാനിക്കും പകരം കിട്ടിയത് ഒരു അടിപൊളി ക്യാമറയാണല്ലോ. ഈ സ്ഥലം ഏതായാലും കൊള്ളാം. നമുക്കിവിടെ വിശ്രമിക്കാം. ആ അതെ, നമുക്ക് എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം. രഗസ്ഥാനി ബേർ ഞാനിതുവരെ കഴിച്ചിട്ടേ ഇല്ല. സംശയമുണ്ടോ? അല്ല, പോപ്പട്ട് മുളക് കഴിക്കുമ്പോ വയറും തീ വരാറുണ്ട്. വേർ കഴിച്ചിട്ട് ആദ്യമായിട്ടാ തീ വരുന്നേ. മുളകിന്റെ കരുത്ത് ഉറപ്പായിരുന്നു. ഇപ്പതാ പേരിന്റെ കരുത്തിൽ തീരുമാനമായി. അയ്യോ, ആരാ പറഞ്ഞത് ഇത് ബേറാണെന്ന്? ഞങ്ങളുടെ നാട്ടിൽ വളരെയേറെ അറിയപ്പെടുന്ന ഒരു മുളകാണിത്. വെള്ളം തായോ, വെള്ളം വെള്ളം. പോപ്പട്ടെ, ഇതാ പിടിച്ച വെള്ളം. അടിപൊളി പോസ്. ഹണി വേഗം ഫോട്ടോ എടുക്ക. എന്റെ കയ്യിൽ ക്യാമറ ഇല്ല കൊച്ചളിയാ. നമ്മുടെ ട്രിപ്പിന്റെ മുഴുവൻ ഫോട്ടോസും ക്യാമറക്കകത്താ. നമ്മുടെ ക്യാമറ എവിടെ പോയി? ക്യാമറ കൊടുത്തിട്ട് ഞാൻ ദേ ഈ വിളക്ക് വാങ്ങി. എടാ കഴുതേ, വില കൂടിയ ക്യാമറയ്ക്ക് പകരമാണോ ഈ പഴയ വിളക്ക് അല്ല, വാങ്ങിയത്? പരവതാനിയും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശരി, ഈ വൃത്തികെട്ട പരവതാനി എന്റെ കൂടെ ഉണ്ട്. സംശയമുണ്ടോ? നീ ആരെയാ വൃത്തികെട്ടവനെന്ന് വിളിച്ചേ? നീ ആരെയാ വൃത്തികെട്ടവെന്ന് വിളിച്ചെന്ന് ചോദിച്ച കേട്ടില്ലേ? പറടാ. പരവതാനിതാ സംസാരിക്കുന്നു. ഞാനൊരു മാന്ത്രിക പരവതാനിയാണ്. ഞാൻ സംസാരിക്കും, ഡാൻസ് കളിക്കും, പാട്ട് പാടും, പിന്നെ ദാ ഇങ്ങനെ പറക്കുകയും ചെയ്യും. അതെ, എന്നെ കുറിച്ചൊരു കഥ വരെ ഉണ്ട്. ചിലപ്പോ നിങ്ങളത് കേട്ട് കാണില്ല. പറഞ്ഞു മനസ്സിലായോ?
പരവതാനിൽ പ്രേതമുണ്ട്, സംശയമുണ്ടോ? എന്റെ പൊന്നോ, പ്രേതവും ഭൂതവും ഒന്നുമല്ല, ഞാനൊരു മാന്ത്രിക പരവതാനിയാണെന്ന് പറഞ്ഞില്ലേ, മാന്ത്രിക പരവതാനി. നീ എന്ത് പണിയാ കാണിച്ച ഹണി? വാ, ഇത് തിരികെ കൊടുത്തിട്ട് ക്യാമറയും മേടിച്ചോണ്ട് വരാം. ആ വിളക്ക് നീ ഇങ്ങോട്ട് താരാൻ പറഞ്ഞില്ലേ? ഞാൻ തരില്ല, ഞാൻ തരില്ല, താരാനാ പറഞ്ഞേ? തരില്ല. അയ്യോ, ദാ വിളക്കിന്ന് ജിന്നാ പുറത്തു വന്നിരിക്കുന്നേ. ഇനി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അത് സാധിച്ചു തരും, സംശയമുണ്ടോ? എടാ തത്തേ, വർഷങ്ങൾക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങിയത്. ആദ്യം എന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കട്ടെ, പിന്നെ നിന്റെ. പക്ഷെ ജിന്ന് യജമാന്റെ ആഗ്രഹങ്ങളാണ് പൂർത്തീകരിക്കാറ്. ഞങ്ങൾ നിന്റെ യജമാന്മാരല്ലേ? യജമാനും ഇല്ല കിജമാനും ഇല്ല. ഇവിടെ ഞാൻ അബദ്ധത്തിൽ ഈ വിളക്കിലൊന്ന് വെട്ടുപോയതാ. എന്റെ കയ്യിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത് പറഞ്ഞേക്കാം. അല്ല അപ്രതീക്ഷിതമായിരിക്കും, ഓർത്തോ. അക്കട മുക്കട തവളാച്ചി ചുക്കി മറിക്കട ചൂളപ്പ മറിയം വന്ന് വിളക്കൂതി. ഓ, മന്ത്രം തലതിരിഞ്ഞു പോയി. എടാ, ഇവൻ ആള് വേറെയാ. ഓടിക്കോ. അയ്യോ, എടോ, താൻ കുളിച്ചിട്ട് എത്ര വർഷമായി? നാറ്റം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. എന്നെ ഒന്ന് വിടണോ? മിണ്ടരുത്, മിണ്ടിപ്പോരുത്. ഹായ്. വാ, നമുക്ക് ആ വലിയ മരത്തിൽ കയറാം. ദേ, അയാള് പേരയ്ക്ക മരത്തിൽ നിന്ന് ആപ്പിള് പറിക്കുകയാണ്. ഇത് ജിന്നാണ്, എന്ത് വേണമെങ്കിലും ചെയ്യും. ഓടിക്കോ. ഗ്രീൻ ഗ്രീൻ ഗൂർ, ഒരു ഭിത്തി വരട്ടെ. ദേ, പിന്നെ മന്ത്രം തെറ്റി. ഓരോരുത്തരും ഓരോ വഴിക്കോടൂ, ഓരോ വഴിക്ക്. ഹായ്. അതുവഴി ഓടാം. ഹായ്. എന്റെ അമ്മോ, ദേ പിന്നെ മന്ത്രം തെറ്റി. അങ്ങനെ വീണ്ടും രക്ഷപ്പെട്ടു. കൊള്ളുന്ന ചൂടാണ്, ഇതിൽ കൂടുതൽ ഓടാൻ പറ്റില്ല. ദാഹിക്കുന്നു, ദാഹം.
ആഹാ ഇപ്രാവശ്യം മന്ത്രം പിഴച്ചില്ല. എന്നാ പിന്നെ ഒരു കുലുക്കി സർബത്ത് കൊടുത്താ വല്ലാണ്ട് ചൂടെടുക്കുന്നുണ്ടെന്നേ. നീ ആരാ? ആദ്യം ഞങ്ങളായിട്ട് ഓടിച്ചു, ദാ ഇപ്പൊ സഹായിക്കുന്നു. പ്രിൻസ് ആണ് ഞാൻ. അതെ, എനിക്ക് അല്ലെങ്കിലേ ബുദ്ധി കുറവാ. ഒന്ന് തെളിച്ചു പറ, പ്രിൻസ് ആണോ അതോ ജിന്നാണോ? ആദ്യം പ്രിൻസ് ആയിരുന്നു, ഇപ്പോൾ ജിന്നാണ്. ഓ ഇതിപ്പോ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയാലും. ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കാതെ എന്താന്ന് വെച്ചാ തുറന്നു പറ, ആരാതാൻ? ഞാൻ ആരാണെങ്കിലും സ്വതന്ത്രനും സന്തോഷവാനുമാണ്. പക്ഷെ ജിന്നെ മോചിപ്പിക്കുന്നവരുടെ 3 ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട്. അതെ, അപ്പോ ഓർഡർ ഫോളോ ചെയ്യട്ടെ. സംശയമുണ്ടോ? അതെ, ഇങ്ങോട്ട് കൽപ്പിക്കൊന്നും വേണ്ട. അപേക്ഷിച്ചാൽ 3 3000 ആഗ്രഹങ്ങൾ വേണേലും സാധിച്ചു തരും. ഞാൻ അത്ര വലിയ പ്രൊഫഷണൽ ജിന്നൊന്നുമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ എന്റെ ആഗ്രഹങ്ങൾ സാധിക്കില്ലായിരുന്നോ? ഇയാള് ജിന്നല്ലെങ്കിൽ പിന്നെ ആ വിളക്കിനകത്ത് എങ്ങനെ കയറിക്കൂടി? അതിന് കാരണം ആ കമാൽ ഹസനാണ്. കമാൽ ഹാസൻ അല്ല, അത് കമൽഹാസനാണ്. എന്താ അഭിനയ അല്ലേ കൊച്ചളിയ? ഞാൻ പറഞ്ഞത് കമലഹാസന്റെ കാര്യമല്ല, 2 ദ്രോഹികള് കമാലും ഹസനും അവന്മാരുടെ കാര്യമാണ്. അവന്മാർ 2 പേര് കാരണം എനിക്ക് ഗതി വന്നത്. അതെങ്ങനെയാ? അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അന്നെന്റെ വാപ്പ ബാഗ്ദാദിലെ സുൽത്താനായിട്ട് വാഴുകയായിരുന്നു. ഞാനായിരുന്നു അവിടുത്തെ രാജകുമാരൻ. കമാൽ കൊട്ടാരത്തിലെ അന്തേവാസിയായിരുന്നു. ഹസൻ ആണെങ്കിൽ കൊട്ടാരത്തിലെ മാന്ത്രികനും. എന്നെ മാന്ത്രിക വിദ്യ പഠിപ്പിച്ചതും ആ ഹസൻ തന്നെയായിരുന്നു. ദാ നോക്കൂ, ഇങ്ങനെയാണ് നമ്മൾ മന്ത്രവിദ്യ പ്രയോഗിക്കേണ്ടത്. ഓം ഹല്ല, ഓം ഷൂഹല്ല, ഹൂഹ. പക്ഷെ അത്യാഗ്രഹം ഇവര് 2 പേരെയും ദുഷ്ടന്മാരാക്കി മാറ്റി. അങ്ങനെ ഒരു ദിവസം ഇന്ന് സുൽത്താന്റെ സിംഹാസനം ഞാൻ കീഴടക്കാൻ പോവുകയാണ്. ഈ രാജ്യത്തിന്റെ അടുത്ത സുൽത്താൻ ഞാൻ തന്നെയായിരിക്കും. ഹുസൂർ, ഞാൻ താങ്കളോടൊപ്പം തന്നെ ഉണ്ട്. ഞാൻ ഇന്ന് തന്നെ സുൽത്താനെയും രാജകുമാരനെയും തടവിലാക്കി ഈ കൊട്ടാരം അങ്ങയെ ഏൽപ്പിക്കുന്നതാണ്. ഞാനും എന്റെ ഭടന്മാരും അങ്ങയുടെ കൽപ്പനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഗുസൂർ. വേഗം സുൽത്താനെയും രാജകുമാരനെയും പിടിച്ചു കെട്ടു. കോഴിയാക്കാനാ ഉദ്ദേശിച്ചത്, പക്ഷെ തത്തയായി പോയി. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അതേതായാലും കൊള്ളാം. പക്ഷേ മാന്ത്രിക വിദ്യയിൽ എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല രാജകുമാര. ദാ കണ്ടോളൂ. കമാൽ, നീ ചെയ്തത് ഒട്ടും ശരിയായ പ്രവൃത്തിയല്ല. അത്യാഗ്രഹം കൊണ്ട് നിനക്ക് നിന്നെ തന്നെ കാണാൻ കഴിയാതായിരിക്കുകയാണ്. ഈ കമാലിനെ വെല്ലാൻ ഇവിടെ ആരും ബാക്കിയുണ്ടാകരുത്. ഹസൻ, നിന്റെ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് സുൽത്താനെ ഒരു തത്തയാക്കി കൂട്ടിലടയ്ക്കൂ. അങ്ങയുടെ കൽപ്പന പോലെ ഗുസൂർ. കണ്ടോളൂ എന്റെ മാന്ത്രിക വിദ്യ. ഓം ഹ്രീം ഹ്രീ ഹ്രീം യാങ് ഹ്രീം. രൂപം മാറട്ടെ ഹ്രീം. അയ്യോ ഗുസൂർ, മന്ത്രം മാറിപ്പോയി. അയ്യോ. ഈ സിംഹത്തിന്റെ കാര്യത്തിൽ വേഗം എന്തെങ്കിലും ചെയ്യേ. ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട ഹുസൂർ. ചെയ്യേണ്ടതെല്ലാം സിംഹം ചെയ്തോളൂ. ഹ്രീ ഹ്രീം യാങ് ഹ്രീം യാങ് ഹ്രീം ഹ്രീം ഹ്രീം. വീണ്ടും സുൽത്താനായി മാറട്ടെ. കമാലിനെ തോൽപ്പിക്കാൻ ഇവിടെ ഇനി ആരും തന്നെയില്ല. സുൽത്താനെ ബന്ധിച്ച് തുറുങ്കിലടയ്ക്കൂ. രാജകുമാരനെയും വേഗം പിടിക്ക്. അവനും രക്ഷപ്പെടാൻ പാടില്ല. മുന്നിലാണെങ്കിൽ ഭിത്തിയും പുറകിൽ അന്തപുരവുമാണല്ലോ. ഇനി എനിക്ക് എവിടെയാണ് ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം കിട്ടുക?
തൽക്കാലം ഈ വിളക്കിനകത്ത് ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താം. അല്ല, ഇതെന്തൊരു വിളക്കാണത്? കണ്ടിട്ട് ഇത് ആരുടെയോ വീട് പോലെ ഉണ്ടല്ലോ. വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് ആരെങ്കിലും ഇതിനകത്ത് വന്ന് എന്നെ സ്വതന്ത്രനാക്കുമെന്ന്. ഇപ്പോഴെന്തായാലും നീ വന്ന് കുടുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. ഇതെന്താ ഈ സംഭവിക്കുന്നത്? എന്താ ഇത്? എനിക്കെന്താ എന്റെ രൂപം? ഇല്ല ഇല്ല. അങ്ങനെ ഞാൻ എന്നാ വിളക്കിനകത്ത് അകപ്പെട്ടതാണ്. ഇപ്പോഴും ഈ വിളക്കിനകത്ത് ഞാൻ ഒരടിമയെ പോലെ കഴിഞ്ഞുകൂടുകയാണ്. പക്ഷെ ഇപ്പൊ ഏതായാലും പുറത്തിറങ്ങിയില്ലേ? അങ്ങനെ ഇറങ്ങുന്ന കാര്യമല്ല. പകരം ഇതിനകത്ത് ആരെങ്കിലും ആപ്പെട്ടാലേ എനിക്ക് ഇതിനകത്തൊന്ന് പുറത്ത് കിടക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്റെ തലവിധി. ഞാൻ ഇതിനുള്ളിൽ തടവിലാണ്. എന്റെ ബാപ്പയാണെങ്കിൽ അവിടെ കൊട്ടാരത്തിലെ കാരാഗൃഹത്തിലും തടവില. കരയണ്ട കേട്ടോ. ഞങ്ങൾ നിങ്ങളുടെ ബാപ്പയെ മോചിപ്പിച്ച് നിങ്ങളുടെ കൊട്ടാരം ഞങ്ങൾ തിരിച്ചു പിടിച്ചു നൽകും. ആണോ? നിങ്ങൾ വളരെ നല്ലവരാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങളെ. അക്കട പൊക്കട തവളാച്ചി ചുക്ക ചൂളാപ്പ മറിയം വന്ന് വിളക്കുന്നത്. അയ്യോ, ഇത്രയും പൂക്കളോ? ഇപ്പൊ ശ്വാസം മുട്ടി ഞങ്ങൾ ചത്തുപോയേനെ. സംശയമുണ്ടോ? എന്നാ ഇപ്പൊ ശരിയാക്കി തരാം. പക്ഷെ ഞങ്ങൾ എങ്ങനെയാണ് ജിന്നിന്റെ രാജ്യത്തിലേക്ക് എത്തുക? അതിനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. താൻ എവിടെങ്കിലും പോയിരിക്കും. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? എടോ, ഞാനൊരു മാന്ത്രിക പരവതാനിയാന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയോ? ഞാൻ നിങ്ങളെ കൊണ്ട് പറന്നു പോവില്ലേ? വേണ്ട വേണ്ട, അതിന് ഒരുപാട് സമയമെടുക്കും. ഞാൻ മന്ത്രം ഉപയോഗിച്ച് പെട്ടെന്ന് അവിടെ എത്തിക്കാം. വന്നിരിക്കുന്ന ഒരു മാന്ത്രിക പരവതാനി. അക്കട പൊക്കട തവളാച്ചി ചുക്ക ചൂളാപ്പ മറിയം വന്ന് വിളക്കുന്നത്. ഇതിപ്പോ ഇങ്ങനെ പറന്ന് നമ്മളിപ്പോ എവിടാ എത്തിയിരിക്കുന്നത്? ഭയങ്കര കഠിനാധ്വാനികളാണ്. കണ്ടില്ലേ ജോലി ചെയ്യുന്നത്? ജോലി എടുക്കൊന്നുമല്ല, മറ്റുള്ളവർക്ക് ജോലി ഉണ്ടാക്കുക. രഗിസ്ഥാനിലെ കള്ളന്മാര്. എന്താ? നോക്ക്, വെറുതെ അബദ്ധമൊന്നും കാണിച്ചേക്കരുത്. ഇത് ഈ രാജ്യത്തെ രാജകുമാരനാ. സംശയമുണ്ടോ? രാജകുമാരനോ? എങ്കിൽ ഇവനെ വെച്ച് നമ്മൾ 1,00,000 ദിനാർ ഉണ്ടാക്കും. പിടിക്കവന്. അക്കട പൊക്കട തവളാച്ചി ചുക്ക് മറിക്കട ചൂളാപ്പ മറിയം വന്ന് വിളക്കൂതി. പഴം. ആ പഴം കളഞ്ഞിട്ട് അവനെ വേഗം പിടിക്ക്.
ഞങ്ങളെ പിടിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ആ നിൽക്കുന്നതാണ് രാജകുമാരൻ. കൊണ്ടുപോയിക്കോളൂ കൊണ്ടുപോയിക്കോളൂ കൊണ്ടുപോയിക്കോളൂ. ഓ ജിൻ വേഗം അപ്രത്യക്ഷനായിക്കോ. അക്കടെ മുക്കടെ തവളാച്ചി ചുക്ക് വെക്കണ ചൂളാപ്പ മറിയം വന്ന് വിളക്കുന്നത്. ഞാനിത് എവിടെ എത്തിയത്? ആരെങ്കിലും രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. എന്റെ ചേട്ടന്മാരെ, ദൈവത്തെ ഓർത്ത് എന്നെ രക്ഷിക്കണേ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, എന്നെ രക്ഷിക്കണേ. സഹായിക്കുന്നതിന് പകരം സഹായം ചോദിക്കുന്ന ഒരു ജിന്നിനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. സംശയമുണ്ടോ? എല്ലാരും വേഗം കേറിക്കോ. ഞാനും വരുന്നേ. ഞാനുണ്ടായിരുന്നോണ്ട് നിങ്ങളുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ കാണായിരുന്നു ഈ ജിന്നു മൂലം നിങ്ങളുടെ കഥ കഴിഞ്ഞേനെ. അതിന് ഞാൻ ശരിക്കുള്ള ജിന്നല്ലല്ലോ, കുറച്ച് മാന്ത്രികവിദ്യ എനിക്കറിയൂ. അതുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ ചില അബദ്ധങ്ങളൊക്കെ പറ്റും. ഇനി അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. വേഗം നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് ഞങ്ങളെ എത്തിക്കൂ. അല്ല, അങ്ങനെയല്ല. നമുക്ക് വേഷം മാറേണ്ടി വരും. ഞങ്ങളെയും സുൽത്താൻമാരാക്കി മാറ്റൂ. എങ്കിലേ കമാൽ നമ്മളെ കാണുകയുള്ളൂ. ഇടൂ, തന്റെ തലയ്ക്കകത്ത് ബുദ്ധി എന്ന് പറയുന്ന സാധനമില്ലേ? ആകെപ്പാടെ ഒരാളെ സുൽത്താനായിട്ടുള്ളൂ. വന്നിരിക്കുന്നു സുൽത്താനാവാനായിട്ട്. ആഹാ, എങ്കിൽ എന്നെ സുൽത്താനാക്ക്. ഇവൻ മന്ത്രി, പിന്നെ അവൻ സുൽത്താന്റെ കുതിരയാക്കിയാലോ? പോപ്പട്ടിന് ആനയാക്കാം. പിന്നെ പരവതാനിയെ വെഞ്ചാമരം വീശുന്ന തോഴിയുമാക്കാം. ഈ മരമണ്ടൻ എന്തൊക്കെ വിട്ടിത്തരങ്ങളാ വിളിച്ചു പോകുന്നത്? അവന്റെ കാര്യം വിട്ടേക്ക്. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ്. അക്കടെ മുക്കടെ തവളാച്ചി ചുക്ക് മറിക്കട ചൂളാപ്പ മറിയം വന്ന് വിളക്കൂതി. ഇപ്പൊ നിങ്ങളെ എല്ലാരെയും കാണാൻ അടിപൊളിയായിട്ടുണ്ട്. പോകാം.
ആ ആ ഞങ്ങളുടെ സുൽത്താന്റെ ഈ സമ്മാനങ്ങൾ സ്വീകരിച്ചാലും സംശയമുണ്ടോ? സുൽത്താൻ ഗുൽഗുല അങ്ങേ കാണാൻ നേരിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ആദരവോടെ ഇവിടേക്ക് വരവേൽക്കുന്നു. അങ്ങേക്ക് എന്റെ സമ്മാനങ്ങൾ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും നമുക്ക് സുൽത്താനെ മുഖം കാണിക്കണമെന്നുണ്ട്. അയ്യോ ഗുസൂർ, ഇദ്ദേഹം തന്നെയാണ് സുൽത്താൻ. അതെ, മത്തങ്ങ പോലെ ഇരിക്കുന്ന താങ്കൾ ആരാണെന്ന് പറഞ്ഞാലും ഞാൻ പറയാം. ഞാൻ ഇവിടുത്തെ മന്ത്രിയും സുൽത്താന്റെ മുഖ്യ ഉപദേഷ്ടാവുമാണ്. അല്ലേ ഗുസൂർ? നാം കമാലാണ്, ഈ രാജ്യത്തിന്റെ സുൽത്താൻ. സുൽത്താൻ ഗുൽഗുല, അങ്ങ് എന്തിനാണ് ഇവിടെ വന്ന് നമ്മെ മുഖം കാണിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതെന്ന് പറയൂ. സുൽത്താൻ താങ്കളുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു. സംശയമുണ്ടോ? അതെന്ത് കരാറാണ്? ഞങ്ങളുടെ സുൽത്താന് ഗുൽഗുല ഗുലാബ് ജാം ഒരുപാട് ഇഷ്ടമാണ്. രസഗുല ഇഷ്ടമാണ്. ജിലേബി എന്ന് വെച്ചാൽ ജീവനാണ്. പക്ഷെ ഇതൊന്നും അവിടെ കിട്ടുന്നില്ല. കൂടാതെ ഞങ്ങളുടെ സുൽത്താന് ലഡു എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല അങ്ങയുടെ രാജ്യത്തെ ലഡു വളരെ പ്രശസ്തവുമാണല്ലോ, അല്ലേ? താങ്കൾ എനിക്ക് ലഡു തന്നാൽ പകരം അങ്ങേക്ക് വജ്രം തരാം. ഇതും വളരെ വിശിഷ്ടമാണ്. അയ്യോ ഗുസൂർ, ലഡുവിന് പകരം വജ്രങ്ങളോ? നിങ്ങൾക്ക് വജ്രം കഴിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. സുൽത്താനും വജ്രം കഴിക്കാൻ പറ്റില്ല, പക്ഷെ ലഡ്ഡു കഴിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ലഡുവിന് പകരം തരുന്നത് ഒരു വജ്രമാണ്. ഹസൻ, നിങ്ങൾ പോയി നമ്മുടെ ഈ രാജ്യത്ത് എവിടെയൊക്കെ ലഡു വിൽക്കുന്നുണ്ടോ അതൊക്കെ വേഗം ഇവിടെ എത്തിക്കൂ. അങ്ങയുടെ കൽപ്പന പോലെ ഗുസൂർ. സുൽത്താൻ ഗുൽഗുല, താങ്കൾ ഞങ്ങളുടെ അതിഥിയാണ്. നമ്മൾ തമ്മിലുള്ള കരാർ അവസാനിക്കുന്നത് വരെ താങ്കൾക്ക് ഈ കൊട്ടാരത്തിൽ കഴിയാം. സൈനികരെ, സുൽത്താന്റെയും അദ്ദേഹത്തിന്റെ സേവകരുടെയും കാര്യത്തിൽ ഒരു കുറവും വരാൻ പാടില്ല. അങ്ങനെ കൊട്ടാരത്തിൽ കയറിക്കൂടി പകുതി കാര്യങ്ങൾ നടന്നു. ഇന്ന് സുൽത്താനെ തടവറയിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കണം. സൂക്ഷിച്ച്, അഥവാ പിടിക്കപ്പെട്ട ജീവിതകാലം മുഴുവൻ ഇവിടെ കിടക്കേണ്ടി വരും. അപ്പൊ ഇവിടുത്തെ തടവറയ്ക്കകത്ത് തന്നെ കാണും. ബാപ്പയുടെ കാര്യം വിട്. സുൽത്താൻ എവിടെയെന്ന് നമുക്ക് നോക്കാം. എടാ, ഇവന്റെ ബാപ്പ തന്നെയാണ് ഇവിടുത്തെ സുൽത്താൻ. ശ്രദ്ധിക്കൂ കാവൽക്കാരാ, നമുക്ക് ഭക്ഷണത്തിനുള്ള സമയമായിരിക്കുന്നു. നമ്മുടെ ഈ സന്ദേശം ഉടനെ കമാലിനെ പോയി അറിയിക്കുക. മര്യാദക്ക് കിടന്ന് ഉറങ്ങുകളവാ. താനിപ്പോ ഇവിടുത്തെ അടിമയാണ്. സമയത്രയായി? ഇത് കേൾക്കൂ കാവൽക്കാരാ, എനിക്ക് അല്പസമയം വിശ്രമിക്കണം. ഈ ജോലികളെല്ലാം നീ മറ്റെവിടെയെങ്കിലും പോയി ചെയ്യൂ. ഇന്നെന്തായാലും രണ്ടിലൊന്ന് തീരുമാനിച്ചേക്കാം. തന്റെ കഥ ഇവിടെ തീരും.
ബാപ്പാ അപരിചിതനായ നിങ്ങൾ ആരാണ്? എന്നെ എന്തിനാണ് ബാപ്പ എന്ന് വിളിക്കുന്നത്? മോനെ, ഇത്രയും വർഷം നീ എവിടെയായിരുന്നു? എന്റെ അവസ്ഥ നീ കണ്ടില്ലേ? മുടികളെല്ലാം നരച്ചില്ലേ? ബാപ്പ, ഞാൻ അങ്ങേ കൊണ്ടുപോകാൻ വന്നതാണ്. ഇവരൊക്കെ എന്റെ ആത്മമിത്രങ്ങളാണ്. ആഹാ, ഇത് കൊള്ളാലോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. വേണ്ട. നീ എന്ത് വിഡ്ഢിത്തരമാണ് ഈ കാണിച്ചത്? ഇത് അപകട സൂചന നൽകാനുള്ളതാണ്. 2 മിനിറ്റിനകം ഇവിടുത്തെ എല്ലാ പടയാളികളും ഇവിടെ എത്തും. ഓടിക്കോ. അവർ സുൽത്താനെയും കൊണ്ട് കടന്നു കളയുകയാണ്. അവരെ തടയൂ ഹസൻ, അവരെ തടയൂ. ഞാൻ അവരെ എന്റെ മാന്ത്രിക വിദ്യ പ്രയോഗിച്ച് തടയാം ഹുസൂർ. അയ്യോ ഹുസൂർ, ഇത് രാജകുമാരനാണ്. ഞാൻ എല്ലാ മാന്ത്രിക വിദ്യയും അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, ഇനി ഒന്നും നോക്കണ്ട, എല്ലാവരെയും വേഗം പിടിച്ചുകെട്ടി തുറങ്കിലടയ്ക്ക്. ഇത്തവണ രാജകുമാരൻ നമ്മുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടരുത്. എടോ, ഇത് എന്ത് പരിപാടിയായി കാണിക്കുന്നത്? ഇത് എന്റെ ദേഹത്ത് കാണാൻ കൊണ്ടിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായി തീർന്നേനെ? പറക്കുന്ന പരവതാനി, അതെനിക്ക് വേണം. പരവതാനി, ഇങ്ങോട്ട് വാ. ഹസൻ, അവരതാ രക്ഷപ്പെടുകയാണ്. അവരങ്ങനെയൊന്നും രക്ഷപ്പെടില്ല ഹുസൂർ. ഞാനിവിടെ ഇല്ലേ, രക്ഷപ്പെടില്ല. ചെല്ലു, ചെന്ന വിളക്കുമായി വരൂ. ആ വിളക്കിനുള്ളിൽ വീണ്ടും ഞാൻ രാജകുമാരനെ തടവിലാക്കുന്നതാണ്. ജിന്നെ, ഈ രാക്ഷസൻ നമ്മുടെ പുറകെ വരുന്നത് തടയൂ. പിന്നെയും ആവശ്യത്തിൽ മന്ത്രം മാറിപ്പോയെന്ന് തോന്നുന്നു. ഓ, ഇയാളെക്കാൾ വലിയൊരു തോൽവിയെ ഞാൻ ലോകത്ത് ഒരിടത്തും കണ്ടിട്ടില്ല. ഈ ജിൻ ഓരോ മണ്ടത്തരങ്ങളും കാണിച്ചു വെച്ചാൽ അത് നമുക്ക് വലിയ പാരയായിട്ട് മാറുക.
എന്റെ പൊന്നോ, തലനാരടിക്കാ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ആ ഡ്രാഗൻ ചില്ലി ചിക്കൻ തിന്നുന്നാണെങ്കിൽ ചവച്ചരച്ചങ്ങ് വിഴുങ്ങിയേനെ. അയ്യോ എടാ കാലമാട പിടിപെട. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികം വൈകാതെ ഞാൻ RIP ആകും. അയ്യോ ആ വിളക്ക് പിടിക്ക്. ആ വിളക്കെങ്ങനെ അവരുടെ കൈ കിട്ടിയ രാജകുമാരനെ വീണ്ടും അവർ തടവിലാക്കും. കൊച്ചളിയാ, ഈ വടി എന്റെ കയ്യിലിരിക്കട്ടെ. ഹസൻ, ഇനി ഈ ലോകം തന്നെ എന്റെ കാൽ കീഴിലാക്കും ഞാൻ. നിങ്ങൾ ഈ കിഴവൻ സുൽത്താനെ മോചിപ്പിക്കാനല്ലേ വന്നത്? നിങ്ങളെ എല്ലാവരെയും ഞാൻ തുറുങ്കിലടയ്ക്കുന്നതാണ്. രാജകുമാരൻ ഈ വിളക്കിനകത്ത് ഒളിച്ചിരുന്നല്ലേ എന്നിൽ നിന്നും രക്ഷപ്പെട്ടത്. ഈ വിളക്കിനകത്ത് തന്നെ നിന്നെ ആവാഹിച്ച് ഈ റെഗിസ്ഥാനിൽ തന്നെ കുഴിച്ചു മൂടും ഞാൻ. താനൊന്നും ചെയ്യില്ല. തനിക്ക് രാജകുമാരന്റെ ശക്തി അറിയില്ല. അദ്ദേഹത്തിന് ജിന്നായി വിളക്കിനകത്ത് കയറാൻ സാധിക്കും. തന്റെ ഈ രാജ്യത്ത് ഇത്രയും വലിയ ശക്തിയുള്ള ഒരാളെ തനിക്ക് കാണാനേ കഴിയില്ല. എനിക്കുണ്ടല്ലോ എന്റെ മന്ത്രവിദ്യയുടെ ശക്തി ഉപയോഗിച്ച് എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും ഹുസൂർ. മിണ്ടാതിരിക്കണം മത്തങ്ങ തലയാ. തന്നെ കൊണ്ടൊരു മണ്ണാങ്കട്ടിയും ചെയ്യാൻ സാധിക്കില്ല. മര്യാദക്കല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഒരു എലിയാക്കി മാറ്റും. എന്നെ കളിയാക്കുന്നു. ഇനി ക്ഷമിക്കില്ല ഞാൻ. ഇപ്പൊ കാണിച്ചു തരാം. എന്റെ കഴിവെന്താണെന്ന് തെളിയിച്ച് കാണിച്ചു തരാം ഹുസൂർ. അതെ, ഞാൻ ഈ വിളക്കിനുള്ളിൽ കയറി കാണിക്കാം. അങ്ങനെയൊക്കെ നമ്മുടെ രാജകുമാരനും ചെയ്യും. തന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ആരെങ്കിലും വിളക്കിനകത്തായി കാണിക്ക്. പറയ്, ആരെയാ ആരെയാ പറയ്, പറയുന്നേ. ദാ ഈ കമാലിനെ തന്നെ.
അങ്ങനെ ചെയ്യരുത് ഹസൻ. നീ എന്റെ സേവകനാണോ അതോ അവരുടെയോ? അവിടെ നിൽക്കൂ. നീ രാജകുമാരന്റെ കാര്യം വലിയൊരു മാന്ത്രികനാണെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമാണ്. ഹസൻ, നീ വെറുതെ അബദ്ധം ഒന്നും കാണിക്കരുത്. പറയുന്നത് കേൾക്കൂ. അയ്യോ ദൈവമേ, ഇതെന്ത് പറ്റി? ഹുസൂർ, പുറത്തേക്ക് വരൂ, പുറത്തേക്ക് വരൂ. എടോ പമ്പര വിട്ടി, ഈ വിളക്കിനകത്ത് കമാലിനെ കൊടുക്കാനുള്ള പദ്ധതിയായിരുന്നു ബണി ഉണ്ടാക്കിയത്. സംശയമുണ്ടോ? ഇനി പറ, എന്റെ ബാപ്പയെ നിങ്ങൾ സുൽത്താനായിട്ട് അംഗീകരിക്കുന്നോ അതോ ജീവിതകാലം മുഴുവൻ തടവറയിൽ കഴിയുന്നോ? പറ. നിനക്കഥവാ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ എന്നെ അനുസരിച്ച് ഇവിടെ കഴിയാം. എന്നെ സുൽത്താനായി അംഗീകരിക്കുന്നോ ഇല്ലയോ? തീർച്ചയായും ഹുസൂർ, അങ്ങ് തന്നെയാണ് സുൽത്താൻ. അങ്ങൊരു മഹാൻ തന്നെയാണ്. വളരെ നന്ദിയുണ്ട് ചങ്ങാതിമാരെ. നിങ്ങൾ കാരണം എനിക്ക് എന്റെ ബാപ്പയും എന്റെ തനി സ്വരൂപവും എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട്. അയ്യോ, നിങ്ങൾക്ക് ആർക്കും തന്നെ എന്നെ കുറിച്ച് ഒരു ചിന്തയും ഇല്ല. എന്റെ ദൈവമേ, ഇവരെ സഹായിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ കണ്ടില്ലേ? എന്നെ വേഗം ഏതെങ്കിലും തയ്യക്കാരന്റെ അടുത്തേക്ക് കൊണ്ടുപോണേ ചങ്ങാതിമാരെ. എന്നെ വേഗം ഒരു തയ്യക്കാരന്റെ അടുത്ത് എത്തിക്കൂ. രാജകുമാര, ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അല്ല, അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുന്നേ? നിങ്ങളെ എല്ലാവരെയും വിശിഷ്ട സമ്മാനങ്ങളോടൊപ്പം ഈ മാന്ത്രിക പർവ്വതാനിയിൽ ഇരുത്തും. എന്നിട്ട് ഇവിടുന്ന് നിങ്ങളെ യാത്രയാക്കാം. വേണ്ട, പരവതാനി വേണ്ട. നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ തന്നെ സുരക്ഷിതമായി കൊണ്ടാക്കിയിരിക്കും. അത് മാത്രമല്ല, എനിക്ക് ആ നാടുകൂടി ഒന്ന് കണ്ടിട്ട് വരാമല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. അത്തട പുത്തട തവളാച്ചി ചുക്കുമറിക്കണ ചൂള പീമറിയം വന്ന് വിളക്കൂതി ഹ്രീം ഹ്രീം ഹ്രീം. ആരാണ് എന്നെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത്? ജിന്നാണ്. ബൈ. ബൈ ബൈ.